ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലായി വരുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതലായി ഓടുന്ന ഫാനുകളെല്ലാം BLDC മാറ്റുക എന്നുള്ളതാണ്. നമ്മളിൽ ചിലർക്കെങ്കിലുമുള്ള ഒരു സ്വഭാവമാണ് പുതിയതായി ഒരു ടെക്നോളജി വരുമ്പോൾ അതിനെ കണ്ണുമടച്ച് എതിർക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും BLDC ഫാനിലോട്ട് മാറാൻ ഇപ്പോഴും താല്പര്യമില്ല. ഞാൻ കുറച്ച് ദിവസം മുൻപ് BLDC ഫാനിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് കിട്ടിയ കമന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യം നമുക്ക് BLDC ഫാനിന്റെ ഗുണങ്ങളെക്കുറിച്ചും അതിനുശേഷം ഇലക്ട്രിസിറ്റി ബില്ലിൽ നമുക്കുണ്ടാക്കി തരുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചും പറയാം. BLDC ഫാനിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ ബ്രഷ്ലെസ് DC മോട്ടറാണ്. നമ്മുടെ വീടുകളിൽ ലഭ്യമായ ആൾട്ടർനേറ്റിംഗ് കറന്റിനെ ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് ഡയറക്റ്റ് കറന്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ മോട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത്. BLDC ഫാനിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിനെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫാനാണ് BLDC ഫാൻ. നമ്മുടെ സാധാരണ ഫാനുകളെല്ലാം 65 മുതൽ 75 വാട്ട്സ് വരെ കറന്റ് ഉപയോഗിക്കുമ്പോൾ ഈ BLDC ഫാൻ മാക്സിമം സ്പീഡിൽ റൺ ചെയ്യിച്ചാൽ പോലും 28 വാട്ട്സ് കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ ഒരു നോർമൽ ഫാൻ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കറണ്ട് ഉപയോഗിച്ച് നമുക്ക് 3 BLDC ഫാൻ പ്രവർത്തിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫാനിനെ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ ഫാനിന് റെഗുലേറ്ററിന്റെ ആവശ്യമില്ല. പല വീടുകളിലും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്. റെഗുലേറ്ററിൽ സ്പീഡ് 5-ൽ ഇട്ടാൽ മാത്രം നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുക. 5-ൽ താഴെയുള്ള സ്പീഡിലോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് സ്പീഡ് കുറഞ്ഞു പോകുന്നതും കാണാം. ഈ ഒരു പ്രോബ്ലം BLDC ഫാനിൽ ഉണ്ടാവില്ല. BLDC ഫാനിന്റെ ശബ്ദം സാധാരണ ഫാനിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഈ ഫാനിന്റെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 140 വോൾട്ട് മുതൽ 285 വോൾട്ട് വരെയാണ്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായാൽ പോലും ഈ ഫാനിന്റെ സ്പീഡിന് യാതൊരു വേരിയേഷനും ഉണ്ടാവില്ല. BLDC ഫാനിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇനി BLDC ഫാൻ നമുക്കുണ്ടാക്കി തരുന്ന ലാഭത്തെ കുറിച്ച് നോക്കാം. നമ്മളെല്ലാവരും ഒരു ദിവസം മിനിമം 14 മണിക്കൂറെങ്കിലും ഫാൻ ഉപയോഗിക്കുന്നവരാണ്. ഒരു നോർമൽ ഫാൻ ഈ 14 മണിക്കൂർ റൺ ചെയ്താൽ ഏകദേശം 1 യൂണിറ്റിന് മുകളിൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിൽ 30 യൂണിറ്റിന് മുകളിൽ ഒരു നോർമൽ ഫാൻ വർക്ക് ചെയ്യാൻ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ട്. BLDC ഫാനിനാകട്ടെ ഏകദേശം 14 മണിക്കൂർ ആവറേജ് ഒരു ദിവസം റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് വരുന്ന യൂണിറ്റ് ഏകദേശം 12 യൂണിറ്റ് ആണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂണിറ്റിൽ കുറവ് വരികയും KSEB ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ലാബ് അടിസ്ഥാനത്തിലായതുകൊണ്ട് യൂണിറ്റിൽ കുറവ് വരുമ്പോൾ ഉണ്ടാവുന്ന ലാഭത്തിന് പുറമെ ബില്ലിംഗ് സ്ലാബിലും കുറവ് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് നമ്മുടെ ടോട്ടൽ ബില്ലിൽ കുറയുന്നു. ഇത് ഏകദേശം ഒരു മാസത്തെ ബില്ലിൽ ഒരു ഫാൻ ഉപയോഗിക്കുമ്പോൾ 200 രൂപയ്ക്ക് മുകളിൽ ഏകദേശം കുറവ് വരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരു BLDC ഫാൻ വാങ്ങിയ മുഴുവൻ തുകയും നമുക്ക് നോർമൽ ഫാനുമായി കമ്പയർ ചെയ്യുമ്പോൾ തിരികെ ലഭിക്കുന്നു. പിന്നെ എനിക്ക് ലഭിച്ച കമന്റുകളിൽ ഒന്നാണ് നോർമൽ ഫാനുകൾ ഒരുപാട് കാലം ഓടും, BLDCക്ക് ലൈഫ് കുറവാണെന്നുള്ളത്. മിക്കവാറും എല്ലാ BLDC ഫാനുകളും മിനിമം 2 വർഷമെങ്കിലും വാറന്റി ഉള്ളവയാണ്. ഈ 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഫാൻ വാങ്ങിയ പൈസ മുതലാവുകയാണെങ്കിൽ പിന്നെ എന്തിന് BLDC വാങ്ങാൻ നമ്മൾ മടി കാണിക്കണം?